ചേട്ടാ, ഈ പശ്ചിമേഷ്യയിൽ ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ സംഘർഷങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ സിറിയ, ഇറാഖ്, അതേപോലെ ലിബിയ, ഏറ്റവും ഒടുവിൽ വന്ന ഇറാൻ അടക്കമുള്ള. ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരം, ഹൂത്തികൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായി ഇസ്രായേലിനെതിരെ മിസൈൽ വിക്ഷേപിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇപ്പോൾ ഹൂത്തികളും കൂടി വരുമ്പോൾ നമ്മുടെ ഈ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ പ്രതിസന്ധി കുറെ കൂടി രൂക്ഷമാകും എന്ന തരത്തിലുള്ള വാർത്തകളും കൂടി വരുന്നു. കാര്യം ഈ ചുവപ്പ് കടലിൽ ഹൂത്തികൾക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. അവരും കൂടി ഇടപെടുമ്പോൾ കപ്പൽ ഗതാഗതം വീണ്ടും ചെങ്കടലിൽ ഒരു വലിയൊരു പ്രതിസന്ധി രൂപപ്പെടും എന്നുള്ള വാർത്തകളും കൂടി വരുന്നു. ഏത് രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോഴത്തെ? വലിയ ഗൗരവമുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഹോർമൂസ് കടലിൽ കൂടി പോകുന്നത് അല്ലാതെ പാരലായിട്ടുള്ള ഒരു റൂട്ടെന്ന് പറയുന്നത് സൂയൂസ് കനാലാണ്. സൂയൂസ് കനാൽ ഈ ചെങ്കടലിനോട് അടുത്താണ്. അപ്പം ചെങ്കടലിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ശക്തികൾക്ക്, ഹൂത്തികൾ അതിന് സമർത്ഥരായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള ആൾക്കാരല്ല ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ. യമനിലെ ശക്തമായ ഫോഴ്സാണ്, അവിടുത്തെ പട്ടാളം തന്നെയാണ് അവർ. ആ പട്ടാള ശക്തിയോടുകൂടി നേരിടേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ലോകം പോകുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ലോകത്തോട് യുദ്ധം ചെയ്യുക. ഇറ്റ്സ് എ വാർ ഓൺ എക്കോണമി എന്ന് ദി ഇക്കോണമിസ്റ്റ് പറഞ്ഞത് സത്യമായി വരികയാണ്. നമ്മുടെ അടുക്കളകളിലാണ് നമ്മൾ അതിൻ്റെ സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റോഡുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഊർജ മേഖലകളിലെല്ലാം നമ്മൾ ഈ താപം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ചൂട്. നമ്മുടെ റെമിറ്റൻസസ്, ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസസ് നിലച്ചു. പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാവുന്നില്ല. ഇവിടെ ഗതിയില്ലാതെ പരഗതി പ്രാപിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഇപ്പോൾ ജോലിയില്ല. റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക അവിടുത്തെ ഗവൺമെൻറ്റുകളും സ്ഥാപന ഉടമകളും. വല്ലാത്ത സ്ഥിതി വിശേഷം. ഇനി അവർക്ക് തുടർന്ന് ശമ്പളം കിട്ടണമെങ്കിൽ ഈ ഊർജ്ജ പ്രതിസന്ധി മാറിയിട്ട് അവർക്ക് ഊർജ്ജം വിൽക്കാനൊരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഹോർമൂസ് കടലിൽ ഇസ്രായേലും അതുപോലെ അമേരിക്കയും കൂടി സൃഷ്ടിച്ച ആ പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധിയിൽ വെച്ചുകൊണ്ട്, വാശി പിടിച്ചുകൊണ്ട്, ഈഗോ വെച്ചുകൊണ്ടും കൂടുതൽ രൂക്ഷമാകാനുള്ള, ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനുമുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അനുദിനം. ഇതിൻ്റെ വലിയൊരു രസാവഹമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏജൻസ് ഫ്രഞ്ച് പ്രസ്, AFP, റൂയിട്ടേഴ്സ്, അങ്ങനെയുള്ള അന്താരാഷ്ട്ര നിഷ്പക്ഷ മാധ്യമ ഏജൻസികൾ ഇടയ്ക്കിടയ്ക്ക് സർവേ നടത്താറുണ്ട് ലോകമെമ്പാടും. അതുപോലെ അമേരിക്കയിൽ പ്രത്യേകിച്ചു സർവേ നടത്തും. ഈ യുദ്ധം നിങ്ങൾ അനുകൂലമാണോ, ട്രംപ് ചെയ്തത് ശരിയാണോ, ഇങ്ങനെയുള്ള സർവേകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തും. അവരുടെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതെന്ന് പറഞ്ഞാൽ വളരെ മെട്രിക്സ് സർവേകളാണ്. കാരണം വിശ്വാസ്യതയുള്ളത്. അത്രയും പേരുടെ സാമ്പിൾ എടുത്തിട്ടാണ് അവർ സർവേ ചെയ്യുന്നത്. ആ സർവേകളിലെല്ലാം വരുന്ന ഫലം നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം അമേരിക്കൻ ജനതയുടെ ഏതാണ്ട് 15% മാത്രമേ യുദ്ധത്തെ അനുകൂലിക്കുന്നുള്ളൂ. വമ്പിച്ച ഭൂരിപക്ഷം, അതായത് 85% ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ശതമാനം യുദ്ധത്തിനെതിരാണ്. ആവശ്യമില്ലാതെ ട്രംപ് യുദ്ധം വളച്ചു നീട്ടിയെന്നാണ് അഭിപ്രായം. അവർക്ക് ഈ വോട്ടെടുപ്പ് മാത്രമല്ല, ജനങ്ങളുടെ അഭിപ്രായം പറയാനും കൂടെ ഉണ്ട്. അതിന് ഇങ്ങനെ ചെയ്തോ ട്രംപ് ഇത് ശരിയായോ എന്നുള്ളതിന് ഉത്തരം കൂടെ പറയാൻ പറ്റും. പറയുന്ന ട്രംപ് വല്ലാതെ യുദ്ധത്തെ വലിച്ചു നീട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ട്രംപിനെ ശപിക്കുകയാണ് അവർ സർവേ ചെയ്ത ആൾക്കാർ. അത് AFP മാത്രമല്ല, അവിടെ ഒരു സെനറ്റർ നടത്തിയൊരു പ്രസ്താവനയും വളരെ ചിന്തനീയമാണ്. കാര്യം ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കടന്നൊരു മേഖലയാണ്. അവിടെ സ്വതന്ത്രമായ ഇടപാടുകൾ നടന്നു. അവിടെ ശതകോടികൾ ചെലവാക്കിയാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അമേരിക്ക. സത്യമാണ്. എത്ര നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലോകത്തിന് മുഴുവൻ ഉള്ള പട്ടിണി മാറ്റാനുള്ള പണമാണ് ഓരോ അവരുപയോഗിക്കുന്ന മിസൈലിൻ്റെയും ചിലവെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതുകൂടാതെ ഏതാണ്ടൊരു 500 കോടി അല്ല 5000 കോടി ഡോളർ കൂടി അനുവദിക്കണം ട്രഷറിയിൽ നിന്ന് തങ്ങൾക്കെന്നാണ് ഇപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്ന പ്രസിഡന്റ്. അതുപോലെ തന്നെ ഈ പ്രസിഡന്റിന്റെ ഈ പവർ, യുദ്ധം ചെയ്യാൻ സ്വയം തീരുമാനിക്കാനുള്ള പവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബില്ല് അവിടെ കോൺഗ്രസ്സിലാണ് കൊണ്ടുവന്നത്. ആ കോൺഗ്രസ്സിലും സെനറ്റിലും ഇദ്ദേഹത്തിന് ഭൂരിപക്ഷമുള്ളത് 2-3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അത് ജയിച്ചു. ആ 3 പേരാണ് ഇപ്പോൾ യുദ്ധത്തിന് അനുകൂലമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 47 അപ്പോൾ 6 വരും, 6ന്റെ വ്യത്യാസം വരും. അത് എന്തുമായിക്കോട്ടെ, ഒരു നിസാരമായ ഭൂരിപക്ഷത്തിന് ആണ് ഇദ്ദേഹം ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ജനങ്ങളെല്ലാം വളരെ വളരെ ഡിസ്ട്രസ്ഡ് ആണ്, ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒടുവിൽ വരുന്ന വാർത്തകൾ പ്രകാരം നോ കിങ്സ്, നിങ്ങൾ ആരും രാജാവല്ല എന്നൊരു മുദ്രാവാക്യമായിട്ട് നാട്ടുകാർ അവിടെ തെരുവിലിറങ്ങി സമരം. നേരത്തെ ഉള്ള മുദ്രാവാക്യമാണ് യു ആർ നോ കിങ് എന്ന് പറഞ്ഞ അമേരിക്കൻ പൗരന്മാർ 100,000-ഓളം പേര്. സാധാരണഗതിയിൽ ഈ പ്രസിഡന്റിന് ഇമ്മൻസ് ആയിട്ടുള്ള പവർ ഉള്ളത് കൊണ്ട്
സെനറ്റിലും കോൺഗ്രസിലും ഒക്കെയാണ് വാദപ്രതിവാദങ്ങൾ നടക്കാറുള്ളത്. ജനങ്ങൾ അങ്ങനെ ഇന്ത്യയിലെ പോലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്നത് പോലൊന്നും അവിടെ ഇറങ്ങാറില്ല സാധാരണഗതി. പക്ഷേ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് അതിനെല്ലാം ഘടകവിരുദ്ധമായി അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞ മുദ്രാവാക്യം ട്രംപ് നോ കിങ് എന്നുള്ള ബാനറുകൾ ഉയർത്തിക്കൊണ്ടാണ് അവർ ശക്തമായ പ്രകടനം നടത്തിയത്. അപ്പോൾ ജനവിരുദ്ധനാണ് ട്രംപ്. ജനങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന് വിരുദ്ധമാണ്. നവംബറിൽ ഇപ്പോൾ ബൈ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അത് ട്രംപ് അതിൽ ഹോർമൂസ് കടലിൽ മുങ്ങിയതുപോലെ മുങ്ങാൻ പോവുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് മൂലമാണ് ഈ യുദ്ധം ഇത്രയും വഷളായതെന്നുള്ള അഭിപ്രായക്കാരൻ ഇപ്പോൾ ഒന്നുകൂടി വഷളാക്കിക്കൊണ്ട് ഇറാനെതിരെ ഊർജ പ്ലാന്റുകൾ ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞത് ട്രംപാണ്. അദ്ദേഹം ഒരു വിടുവായൻ മാത്രമാണെന്നും പറയുന്നതിനൊന്നും ഒരു വിലയുമില്ലെന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഒരു പുളുവൻ കൂടിയാണെന്ന്, പുളുവടിക്കുക നമ്മൾ മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയുന്ന ഒന്നാണ്. ഞാൻ അടുത്ത ഖമേനിയെ ആവാൻ ഇറാൻകാരെന്നെ ക്ഷണിച്ചതാണ്, ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇതുപോലെ പുളുവടിയനുമായിട്ടും കോമാളിയായിട്ടുമുള്ള ഒരു പ്രസിഡന്റിനെയാണല്ലോ അമേരിക്കയെ നിങ്ങൾക്ക് കിട്ടിയത്. കഷ്ടമെന്നേ പറയുന്നുള്ളൂ. ജനങ്ങളെല്ലാം ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ലോകത്തെമ്പാടും സ്വബുദ്ധിയുള്ളവരെല്ലാം. എന്നിട്ടും ഇദ്ദേഹത്തെ ജനങ്ങൾ എന്തുകൊണ്ട് ഇറാനിൽ പ്രക്ഷോഭം നടത്തിയതുപോലെ ഒരു പ്രക്ഷോഭം നടത്തിയ അമേരിക്കൻ ജനങ്ങൾ, അവർ കുറേ ബുദ്ധിജീവികളും അതുപോലെ തന്നെ സഹിഷ്ണുതയുള്ളവരും ഒക്കെ ഉണ്ട്. അവർ ഇയാളെ തൂത്തെറിയേണ്ടതാണ്. ഖമനേയി തീരുന്നാൽ യുദ്ധം തീരില്ല. പക്ഷേ ഇവിടെ ഒരുത്തൻ തീർന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ യുദ്ധം തീരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇപ്പോൾ നമ്മുടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വിശ്വസിച്ചു പോവുകയാണ്. ആ തെറ്റു പറയാനില്ല വരെ. എന്തൊരു ദുരന്തമാണ് ഇയാൾ വരുത്തി വയ്ക്കുന്നത്. പക്ഷേ ട്രംപ് ഒരാവശ്യവും ഇല്ലാതെ, ഒരു പ്രകോപനവും ഇല്ലാതെ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഞാൻ ഇറാനുമായിട്ട് ചർച്ചകൾ തലയ്ക്ക് വെളിവില്ല, ഇപ്പൊ പറയുന്ന അല്ല പിന്നെ പറയുന്നു. അതിന്റെ പേരാണ് നമ്മൾ മലയാളത്തിൽ ഭ്രാന്തെന്ന് പറയുന്നത്. നിങ്ങൾ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ വേറൊരു വാർത്ത കേൾക്കുന്നുണ്ട് പിറമിലാല്. അതായത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ട് ഇത് ചർച്ച ചെയ്യും. ഈ ചർച്ച ചെയ്ത് കഴിഞ്ഞ് റഷ്യ പറയുന്നത് പോലെ അമേരിക്ക കേൾക്കും. അങ്ങനെ യുദ്ധം തീരുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇയാൾ പോയിട്ട് പാകിസ്ഥാനിൽ പോയി ചർച്ച നടത്തുമെന്ന് പറയുന്നു. ആ ഇറാൻ്റെ നേതാക്കൾ വന്നു. ഏത് നേതാവ് വന്നു? സ്പീക്കറില്ല, വിദേശകാര്യമന്ത്രി ഇല്ല, അവിടുത്തെ പ്രസിഡന്റ് ഇല്ല, സൈനിക തലവനില്ല, IRGCയുടെ മേധാവി ഇയാളെ കൊന്നേ അടങ്ങുമെന്നുള്ള വാശിയിലിരിക്കുകയാണ്. ആ ഒരു വാശിയിൽ അവരിയ്ക്കുകയാണ്. അവരൊരിക്കലും പോവുകയില്ല. പരിഹസിക്കുകയാണ്, അവർ കളിയാക്കുകയാണ്. അവരാരുമില്ല. അപ്പോൾ നടത്തിയപ്പം ഇപ്പോഴാണ് മനസ്സിലാക്കിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇറാൻ്റെ ആളായിട്ട് അവിടെ ചർച്ചയ്ക്ക് വന്നതെന്ന് മനസ്സിലാക്കി. അദ്ദേഹവുമായിട്ട് അങ്ങനെയുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു 15 നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. അല്ല, തലയ്ക്ക് വെളിവില്ലാത്ത ഒരു മനുഷ്യനോട് ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിലെ വേറെ ഏതെങ്കിലും രാജ്യം പോകും. അതുപോലൊരു സ്ഥിതിയിലായിരിക്കുകയാണ് സംഗതികളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പശ്ചിമേഷ്യ എന്ന് പറയുന്ന സ്ഥലത്തെ, പശ്ചിമേഷ്യ പണ്ടും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം. അറബ് രാജ്യങ്ങളെല്ലാം കൂടി വളഞ്ഞിട്ട് ഇസ്രായേലിനെ ആക്രമിച്ച കാലം പിടിച്ചു നിന്നു. അത് കഴിഞ്ഞ് ജെറുസലേമിന് വേണ്ടിയായിട്ട് പോരാട്ടം. ജെറുസലേം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ജൂതന്മാർ ഈ 3 കൂട്ടരുടെയും പുണ്യസ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അവർ 3 എബ്രാഹിമിക് മതത്തിൽപ്പെട്ടതാണ്. ഒരു സെമിറ്റിക് പാരമ്പര്യമുള്ളവരാണ്. അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഒന്നിച്ച് നിൽക്കാൻ കഴിയുക? ഈ 3 കൂട്ടരും ഒരു മേശപ്പുറത്ത് നിന്ന് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുകയല്ലേ വേണ്ടേ? അമേരിക്കയിനകത്ത് ഇടപെടേണ്ട കാര്യം തന്നെ ഉണ്ടോ? അമേരിക്കയ്ക്ക് എന്താ ഇവിടെ കാര്യം? ഏഷ്യ തിയേറ്ററിൽ എന്തിനാ അവർക്ക് കാര്യമെന്ന് അറിയാമോ? അതിൻ്റെ പിന്നിലാണ് നമ്മളൊന്നും അറിയാത്ത വലിയ, നമ്മളൊക്കെ വിഡ്ഢികളാണ്. അവിടുത്തെ മിലിറ്ററി പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആയുധ വ്യാപാരികൾക്ക് അവരുടെ ആയുധം വിൽക്കണം ലാഭത്തിൽ. ആ ലാഭത്തിൽ ആയുധം വിൽക്കണമെങ്കിൽ എന്ത് വേണം? യുദ്ധം വേണം. അപ്പോൾ അമേരിക്കയിലേക്ക് യുദ്ധം ഉണ്ടാക്കത്തില്ല അവരെ. ഇവിടെ വന്നിട്ട് ഏഷ്യയിൽ നിത്യദുരിതമായിട്ടിരിക്കുന്ന പശ്ചിമേഷ്യയെ തന്നെ യുദ്ധം ചെയ്ത് നമ്മളെ കണ്ണീര് കുടിപ്പിക്കുകയാണ്, നമ്മളെ പ്രതിസന്ധിയിലാക്കുകയാണ്. അതിൻ്റെ പിന്നിൽ സയണിസ്റ്റ് ലോബി എന്ന് പറയുന്ന ജൂത ലോബിയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മതവിഭാഗം ആൾക്കാർ, തീവ്ര മതത്തിൽ വിശ്വസിക്കുന്ന ഒരു എവാഞ്ചലിസ്റ്റിക്കൽ ലോബിയുണ്ട്. ലോകമെങ്കും ഭീകരവാദത്തിനേക്കാൾ വലിയ ഭീകരവാദം നടത്തുന്നത്. പണം ഇഷ്ടം പോലെ ഉണ്ട്. ഈ മതപരിവർത്തനത്തിനൊക്കെ പണം കൊടുക്കുന്നതും ഒക്കെ വലിയ പണം കൊടുത്ത ആളുകളെ പ്രലോഭിപ്പിക്കുന്ന അവരാണ്. ആ ലോബിയുണ്ട്. അവരുടെ ഇഷ്ടം പോലെ ഫണ്ടുണ്ട്. ആ ലോബിയാണ് ട്രംപിന് ഫണ്ട് കൊടുക്കുന്നത്. നോക്കിയാൽ മതി, അതായത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അവർ കൊടുക്കുന്ന കോടികൾ. അപ്പോൾ അവർ പറഞ്ഞാൽ ട്രംപിന് കേട്ടേ പറ്റൂ. റിപ്പബ്ലിക്കൻ പാർട്ടി എപ്പോൾ വരുമ്പോഴും ഈ എവാഞ്ചലിക്കൽ ലോബിക്ക് വിധേയമാണ്. അതിൻ്റെയും കൂടെ പരിണത ഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാരെ കൊല്ലുകയും അവരെ പട്ടിണിക്കിട്ട് ഇല്ലാതാക്കുകയും ഉന്മൂലനാശനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നാടകമാണ് നമ്മളിപ്പോൾ കാണുന്നത്.
അതിൻ്റെ ഒരു എന്താ പറയുന്നത്, വി ആർ ജസ്റ്റ് വാൻറ്റൺ ഫ്ലൈസ്. നമ്മൾ അവിടെ ഉണ്ടാവുന്ന തീയിൽ ചാടി മരിക്കുന്ന വെറും ശലഭങ്ങൾ മാത്രമായിട്ട് മാറിയിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായിട്ടുള്ള ആൾക്കാരായിട്ട് മാറി. ഇതിലിപ്പോൾ റഷ്യ അല്ലാതെ മറ്റൊരു രാജ്യവും ഒരു മുന്നറിയിപ്പ് പോലും ഈ യുദ്ധ അതിന് എന്താ പറയുന്നത്, ബെല്ലിജറൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള രാഷ്ട്രങ്ങളോട് പറയുന്നില്ല. അമേരിക്ക അവസാനം കൊടുത്ത റഷ്യ അവസാനം കൊടുത്ത വാണിംഗ് എന്ന് പറയുന്നത് ബുഷഹർ ഊർജ്ജ നിലയം അല്ലെങ്കിൽ ആറ്റോമിക് നിലയം നിങ്ങൾ ആക്രമിക്കരുത്, ഭീകരമായ ഫലം ഉണ്ടാവുമെന്ന് വാൺ ചെയ്തു. പക്ഷേ അത് വകവയ്ക്കാതെ ഇസ്രായേൽ ബുഷഹർ ആക്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് യമനിലെ ഹൂത്തികളെന്ന് പറയുന്ന പട്ടാള സമാനമായിട്ടുള്ള സംഘടന രംഗത്ത് വന്നിട്ടുള്ളത്. അവർ പറയുന്നത് ചെങ്കടൽ ഞങ്ങൾ പൂട്ടിക്കും, ചെങ്കടലിൽ കൂടി ഇനിയും ഒരൊറ്റ കപ്പൽ പോവില്ലെന്ന് അവർ പറയുന്നത്. അവരിതിനെക്കാട്ടി വളരെ കർക്കശക്കാരാണ് എന്ന് പറഞ്ഞ് ചെങ്കടലിൽ കൂടി പോവില്ല എന്ന് പറഞ്ഞാൽ സൂയിസ് കനാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ കനാലാണത്, കൃത്രിമമായിട്ടുണ്ടാക്കി, നമുക്കറിയാമല്ലോ. ആ കനാലിൽ കൂടെ പോലും ഗതാഗതം മുടങ്ങിക്കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ അപ്പാടെ തീർന്നു. ലോകം പട്ടിണിയിലേക്കായി പോകുന്നു. പ്രതിസന്ധിയല്ല, പിന്നെ പട്ടിണിയിലേക്കും മരണത്തിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.